Hi friends, welcome to our channel again. നമ്മൾ പ്രീവിയസ് എപ്പിസോഡിലെ ISO 17025 ക്ലോസസ് അപ് ടു 7.2 നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രോസസ് റിക്വയർമെന്റിൽ. അതിലെ സെലക്ഷൻ വെരിഫിക്കേഷൻ നമ്മൾ ചെയ്തു. മെത്തേഡ് എന്ന് പറഞ്ഞാൽ കാലിബ്രേഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ ടെസ്റ്റ് പ്രൊസീജിയർ, അതിന് തന്നെയാണ് ഈ സ്റ്റാൻഡേർഡിൽ മെത്തേഡ് എന്ന് യൂസ് ചെയ്യുന്ന വേർഡ്. നെക്സ്റ്റ് 7.2.2 ദാറ്റ് ഈസ് ദ വാലിഡേഷൻ ഓഫ് മെത്തേഡ്. വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ അതിന്റെ രണ്ടിനും ഡിഫറെന്റ് മീനിങ് ഉണ്ട്. അത് നമ്മുടെ ടേംസ് ആൻഡ് ഡെഫിനിഷനിൽ 17025 ഉണ്ട്. എന്താണ് ആക്ച്വലി വാട്ട് ദേ മീൻ ബൈ വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ റെഫർ ചെയ്യുക. വാലിഡേഷൻ പറഞ്ഞാൽ ഇന്റന്റഡ് യൂസിന് എന്തിനു വേണ്ടിയാണോ ഈ മെത്തേഡ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്, ടെക്നിക്കലി അത് ഓക്കെയാണ്, അത് ചെയ്താൽ ആ മെത്തേഡിൽ നമ്മൾ ടെസ്റ്റോ കാലിബ്രേഷനോ ചെയ്താൽ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടും എന്ന് നമ്മൾ ഉറപ്പിക്കുന്നതാണ് ഈ വാലിഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് മെത്തേഡ് ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓൾറെഡി ഉണ്ടായിരിക്കും. അതൊരു ടെക്നിക്കൽ കമ്മിറ്റി റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയ ഒരു മെത്തേഡാണ്. ആ മെത്തേഡ് പ്രകാരമാണ് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന കാലിബ്രേഷൻ ചെയ്യുന്നതെങ്കിൽ അതിന് കൂടുതൽ ഒരു വാലിഡേഷന്റെ ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് സൂട്ടബിളി വാലിഡേറ്റഡ്. അതല്ലാതെ ഇപ്പൊ സ്റ്റാൻഡേർഡ് മെത്തേഡാണ്, അതിന്റെ ഒരു എക്സ്റ്റൻഡഡ് വേയിൽ നമ്മൾ ചെയ്യാണ്. ഉദാഹരണത്തിന് 1000 ബാർ വരെയാണ് ആ മെത്തേഡിലുള്ളൂ പ്രഷർ കാലിബ്രേഷൻ. നിങ്ങൾക്ക് 1100 ബാർ ചെയ്യണമെങ്കിൽ ആ മെത്തേഡിനെ തന്നെ മോഡിഫൈ ചെയ്താൽ മതിയല്ലോ. അപ്പൊ അതിന് നിങ്ങൾ നിങ്ങളുടെ സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും ഒരു ടെസ്റ്റ് റിഗോ ഒരു പ്രൊസീജിയറോ ഒക്കെ അതിൽ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ മെത്തേഡ് നമ്മൾ വാലിഡേറ്റ് ചെയ്യണം, വെദർ ദാറ്റ് ഓൾസോ ടെക്നിക്കലി ആൻഡ് സയന്റിഫിക്കലി suitable and proper. Okay. 7.2.2.1 the laboratory shall validate non-standard methods, laboratory developed methods and standard methods used outside their intended scope or otherwise modified. The validation shall be as extensive as is necessary to meet the needs of the given application or field of application. അതായത് നോൺ സ്റ്റാൻഡേർഡ് മെത്തേഡോ അല്ലെങ്കിൽ ലബോറട്ടറി ഡെവലപ്ഡ് മെത്തേഡോ ആണെങ്കിലാണ് നമ്മൾ അതിന് വാലിഡേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വാലിഡേഷൻ നിങ്ങൾക്ക് വേരിയസ് ടൈപ്പ് ഓഫ് പ്രൊസീജിയർ അല്ലെങ്കിൽ മെത്തേഡ്സ് യൂസ് ചെയ്യാം അതിനെ വാലിഡേഷൻ ചെയ്യാൻ. അപ്പോൾ നോട്ടിൽ അത് കൊടുത്തിട്ടുണ്ട്. വാലിഡേഷൻ ക്യാൻ ഇൻക്ലൂഡ് പ്രൊസീജിയേഴ്സ് ഫോർ സാമ്പിളിംഗ്, ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ടെസ്റ്റ് ഓർ കാലിബ്രേഷൻ ഐറ്റംസ്. ദ ടെക്നിക്സ് യൂസ്ഡ് ഫോർ മെത്തേഡ് വാലിഡേഷൻ ക്യാൻ ബി വൺ ഓർ a combination of the following: calibration or evaluation of bias and precision using reference standard or reference material, systematic assessment of the factors influencing the result, testing methods robustness through variation of controlled parameters such as incubator, temperature, volume dispensed, comparison of results achieved with other validated methods, intra-laboratory comparison. ഇങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങളുടെ മെത്തേഡ് കറക്റ്റ് ആണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത മെത്തേഡിൽ ഒരു ടെസ്റ്റ് നടത്തുക, ആ റിസൾട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊരു കൺവെൻഷണൽ മെത്തേഡിൽ നോർമലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ റിസൾട്ട് രണ്ടും സെയിം ആണെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഡീവിയേഷൻ ഒരു വിത്തിൻ ലിമിറ്റ് ആണ്, വളരെ നെഗ്ലിജിബിൾ ആണെങ്കിൽ നമ്മൾ ഈ പുതിയതായി കണ്ടുപിടിച്ച മെത്തേഡ് ഓക്കെ ആണല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെ നമുക്ക് അതിനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ കണ്ടുപിടിച്ച പുതിയ മെത്തേഡിനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം. അതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം അതിന്റെ റെക്കോർഡ്സ് എല്ലാം സൂക്ഷിക്കും വേണം. 7.2.2.2 when changes are made to a validated method, the influence of such changes shall be determined, and where they are found to affect the original validation, a new method validation shall be performed. ഇപ്പൊ എന്തെങ്കിലും ഒരു ചേഞ്ച് വാലിഡേറ്റഡ് മെത്തേഡിൽ സംഭവിക്കുകയാണ്. ആദ്യം നമ്മൾ ഇത് ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെയാണ്. ബട്ട് ആ ചെക്ക് ചെയ്തതും ആ റിസർച്ച് നടത്തിയതും ആ എക്സ്പെരിമെന്റ് നടത്തിയതെല്ലാം ഡേ ടൈമിലാണ്. പിന്നീട് അത് മനസ്സിലാവുന്ന ആ ഒരു സെയിം ടൈപ്പ് അത് ബിഹേവ് ചെയ്യുന്നില്ല നൈറ്റ് ടൈമിൽ, അല്ലെങ്കിൽ സമ്മറിൽ ചെയ്ത ടെസ്റ്റ് വിന്ററിൽ ശരിയാവുന്നില്ല. അപ്പോൾ നമുക്ക് പിന്നെ ചില ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരും ഈ മെത്തേഡിൽ. കാരണം അതിന്റെ റോബസ്റ്റ്നെസ് പ്രൂവ് ചെയ്യാൻ, അതിന്റെ സ്റ്റെബിലിറ്റി പ്രൂവ് ചെയ്യാൻ, അതിന്റെ റിപ്പീറ്റബിലിറ്റി, റീപ്രൊഡ്യൂസിബിലിറ്റി, സ്റ്റെബിലിറ്റി എല്ലാം ഓക്കെ ആണെന്ന് പ്രൂവ് ആയതും ശേഷം നമുക്ക് ആ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പല കേസിലും. ഓക്കെ, the performance characteristics of validated methods as assessed for the intended use shall be relevant to the customer's need and consistent with the specified requirements.
കസ്റ്റമറുടെ ആവശ്യം എന്താണ്, എന്തിനു വേണ്ടിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഒരു ഇൻസ്ട്രുമെന്റ് ആണെങ്കിൽ അത് ഈ കസ്റ്റമർ എവിടെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലായിരിക്കാം, ചിലപ്പോൾ സീ ലെവലിലായിരിക്കാം, ചിലപ്പോൾ ബിലോ ദ സീ ലെവലായിരിക്കാം, അതായത് അണ്ടർ സീ ആയിരിക്കാം, ഇങ്ങനെ അല്ലെങ്കിൽ മരുഭൂമിയിലായിരിക്കാം, രാത്രി ആയിരിക്കാം, പകലായിരിക്കാം. ഇങ്ങനെ പല പല റിക്വയർമെന്റ്സിലായിരിക്കും ഈ ഇൻസ്ട്രുമെന്റോ അല്ലെങ്കിൽ ടെസ്റ്റോ ചെയ്യുന്നതിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ ഈ എന്താണോ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആവശ്യം കസ്റ്റമർക്കെങ്കിൽ അത് ഫുൾഫില്ല് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ മെത്തേഡ്. അതിനെല്ലാം ഫുൾഫില്ല് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പിക്കണം. അപ്പോഴേ ആ മെത്തേഡ് വാലിഡേറ്റഡ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ഇൻക്ലൂഡ് ബട്ട് നോട്ട് ലിമിറ്റഡ് ടു മെഷർമെന്റ് റേഞ്ച്, ആക്യുറസി, മെഷർമെന്റ് അൺസർട്ടനിറ്റി ഓഫ് ദ റിസൾട്ട്, ലിമിറ്റ് ഓഫ് ഡിറ്റക്ഷൻ, ലിമിറ്റ് ഓഫ് ക്വാണ്ടിഫിക്കേഷൻ, selectivity of the method, linearity, repeatability or reproducibility, robustness against external influences or cross-sensitivity against interference from the metrics of the sample or test object and bias. ഇങ്ങനെ പല കാര്യങ്ങളും ഇതെല്ലാം അതാണ് ഈ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണോ കസ്റ്റമർക്ക് ആവശ്യം അത് ക്ലിയർ ആയിട്ട് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഈ മെത്തേഡിനെ റീവാലിഡേറ്റ് ചെയ്യണം. ഓക്കെ. The laboratory shall retain the following records of validation. വാലിഡേഷന്റെ എല്ലാ റെക്കോർഡ്സുകളും നമ്മൾ റീറ്റെയിൻ ചെയ്യണം, നമ്മൾ ഫയലിൽ സൂക്ഷിക്കണം. The validation procedure used, specification of the requirements, determination of the performance characteristics of the method, results obtained, a statement on the validity of the method, detailing its fitness for the intended use. ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും എഴുത്തുകുത്തുകളോ മെയിലുകളോ കറസ്പോണ്ടൻസോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ മെയിലിൽ സൂക്ഷിക്കണം. എല്ലാ കാൽക്കുലേഷൻസും ഫയലിൽ സൂക്ഷിക്കണം. ഓക്കെ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. നമുക്ക് അടുത്ത എപ്പിസോഡിലെ 7.3 സാമ്പിളിങ്ങിനെ കുറിച്ച് പറയാം. ഓക്കെ. താങ്ക് യു വെരി മച്ച്.